different types of normal modes of vibration. In the types vibration molecule നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. That is രണ്ട് different class ഉണ്ട്. That is skeletal അതുപോലെ തന്നെ group frequency നമ്മൾ പറയും. അതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So now we are moving on to today's discussion, that is the first topic is hot bands. What do you mean by hot bands എന്നുള്ളത്? ആ നെയിമിനകത്ത് തന്നെ പറയുന്ന മീനിങ് തന്നെയാണ് ഹോട്ട് ബാൻഡ്സ് ഉള്ളത്. That is ഒരു ഹോട്ട് ട്രാൻസിഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ലോവസ്റ്റ് വൈബ്രേഷൻ ലെവലാണ് ഹൈലി ഓക്യുപ്പൈഡ് ആയിട്ടിരിക്കുന്നത്. സോ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെക്ട്രൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം ചേഞ്ച്, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നു. ഒരു സാധനം എക്സൈറ്റ് ചെയ്ത് ആദ്യം വരുന്ന സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇപ്പം ജസ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താഴത്തെ സ്റ്റെപ്പിലിരിക്കുന്ന ആൾക്കാർ അതിന്റെ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിലേക്ക് ചാടുന്നു. അങ്ങനത്തെ ഒരു ചേഞ്ചിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെക്ട്രൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ സിമിലർലി താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് മേളത്തെ സ്റ്റെപ്പിലേക്ക് ആൾക്കാർ ചാടണമെങ്കിൽ താഴത്തെ സ്റ്റെപ്പിൽ ആൾക്കാർ വേണം. സോ യൂഷ്വലി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ വൈബ്രേഷൻ സ്പെക്ട്രം എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സിലെല്ലാം റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിലൊക്കെ what you will be observing that most of the molecule will be existing in the zero vibration level. Zero vibration level ആയിരിക്കും എല്ലാ മോളിക്യൂൾസും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ എണ്ണം മാത്രം മുകളിൽ എക്സിസ്റ്റ് ചെയ്യും. സീറോ വൈബ്രേഷൻ ലെവൽ എക്സിസ്റ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ അത് ഫസ്റ്റ് വൈബ്രേഷൻ ലെവലിലേക്കോ സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഒക്കെ എക്സൈറ്റ് ചെയ്ത് പോയി കറസ്പോണ്ടിങ് ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ കാണും, അതുപോലെ തന്നെ ഓവർടോൺസും കാണും. പക്ഷേ സപ്പോസ് യു ആർ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ, നിങ്ങൾ ആ മോളിക്യൂൾ ഇരിക്കുന്ന ആ ഒരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക, അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കുറച്ചും കൂടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് എത്തി. ഒരു 50 ഡിഗ്രി സെൽഷ്യസോ 60യോ 100 ഒക്കെ എത്തിയെന്ന് വിചാരിക്കുക. സോ ആ കേസിൽ നിങ്ങളുടെ മോളിക്കുലർ സിസ്റ്റം എല്ലാം അല്ലെങ്കിൽ മോളിക്യൂൾസ് കംപ്ലീറ്റ് സീറോ വൈബ്രേഷൻ ലെവൽ ഇരിക്കണം നിങ്ങൾക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. കാരണം ദേ ഹാവ് എനർജി ആൻഡ് they can be going to the first vibration level depending on the Boltzmann distribution law. നിങ്ങൾ Boltzmann distribution law വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ you can actually find out how much molecules are present in the zero vibration level and how much is present in the next higher vibration level. അല്ലെങ്കിൽ അടുത്ത ഹയർ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഏത് എനർജി ലെവലാണ് അവിടെ എത്രത്തോളം പ്രസന്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ദി വൈബ്രേഷൻ ഏത് ഹയർ വൈബ്രേഷൻ ലെവലിലേക്ക് മോളിക്യൂൾസ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചാൻസ് എന്നല്ല, മോളിക്യൂൾസ് പോകും. സോ കൂടുതൽ മോളിക്യൂൾസ് ബി പ്രസന്റ് ഇൻ ദി ഹയർ വൈബ്രേഷൻ ലെവൽസ് അല്ലെങ്കിൽ എക്സൈറ്റഡ് വൈബ്രേഷൻ ലെവൽസ് എന്ന് പറയും. സോ അതിനുശേഷം ഇഫ് യു ആർ ട്രൈങ് ടു ഇറേഡിയേറ്റ് വിത്ത് എ പെർട്ടിക്കുലർ IR റേഡിയേഷൻ, അവിടേക്ക് IR റേഡിയേഷൻ വെച്ച് നിങ്ങൾ ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസിഷൻ V is equal to 0 നിന്ന് ഹയർ ലെവലിലേക്കല്ല. ചിലപ്പോൾ V is equal to 1 നിന്ന് V is equal to 2 അല്ലെങ്കിൽ V is equal to 2 നിന്ന് V is equal to 3 സോ ഹയർ വൈബ്രേഷൻ ക്വാണ്ടം നമ്പർ ഉള്ള സ്റ്റേറ്റിൽ നിന്ന് പിന്നെ എക്സൈറ്റേഷൻ നടക്കുന്നതിന് നമ്മൾ ഹോട്ട് ബാൻഡ്സ് എന്ന് പറയും. സോ ദീസ് ട്രാൻസിഷൻ ആർ ടെമ്പറേച്ചർ ഡിപെൻഡന്റ്. ടെമ്പറേച്ചർ വളരെ ലോ ആണെങ്കിൽ ഇതിന്റെ സിഗ്നൽ വളരെ കുറവായിരിക്കും. കാരണം ടെമ്പറേച്ചർ ലോ ആകുമ്പോൾ ധാരാളം മോളിക്യൂൾസും പ്രസന്റ് ആയിരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. ഒരു ഹയർ എനർജി എക്സൈറ്റഡ് ലെവലിൽ മോളിക്യൂൾസ് പ്രസന്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ വളരെ വീക്ക് ആയിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ you will be having more and more molecules present in the excited vibration levels, and this will give rise to hot bands. At room temperature, the ground state is highly populated, and we won't be observing this kind of changes. So basically hot bands എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ഒരു kind of transition ആണ്. And this transition is between two excited vibration state. Zero vibration state അല്ല, higher vibration state ന് വീണ്ടും higher vibration സ്റ്റേറ്റിലേക്കുള്ള ഒരു എക്സൈറ്റേഷനെയാണ് നമ്മൾ പറയുന്നത് ഹോട്ട് ബാൻഡ്. ഈ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ IR ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യപ്പെടുന്നു ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് എ പെർട്ടിക്കുലർ സ്പെക്ട്ര ആൻഡ് ഹോട്ട് ബാൻഡ്സ് എന്നാണ്. ഇപ്പൊ IRനകത്ത് നമ്മൾ ഒരിക്കലും പീക്കൊന്നൊന്നുമല്ല ഉപയോഗിക്കുന്ന, ബാൻഡ്സ് എന്നാണ് ഉപയോഗിക്കുക. ആൻഡ് ദ കറസ്പോണ്ടിങ് അബ്സോർപ്ഷൻ will be marked as a band and they are termed as hot bands. So higher temperature മാത്രമേ നിങ്ങൾക്ക് ഈ കറസ്പോണ്ടിങ് ബാൻഡ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. So this is about hot bands in IR spectroscopy, and here this is a picture that shows you the most potential graph, and this is for a particular molecule. You can see various vibration levels marked like this. This is
the zeroth vibration level. This is the first vibration level, second vibration state, third vibration state, and etc. going on like this. So here, if you are having a transition from zeroth vibrational state to the first vibration state, that is actually the fundamental absorption of that particular molecule. ഫണ്ടമെന്റൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സീറോത്ത് വൈബ്രേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് വൈബ്രേഷൻ സ്റ്റേറ്റിലോട്ടുള്ള ഈ പെർട്ടിക്കുലർ ട്രാൻസിഷൻ. ഇനി സീറോയിൽ നിന്ന് സെക്കൻഡിലേക്കോ, സീറോത്ത് വൈബ്രേഷൻ സ്റ്റേറ്റിൽ നിന്ന് തേർഡിലേക്കോ, സീറോത്ത് വൈബ്രേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഫോർത്തിലേക്കോ ഉള്ള ട്രാൻസിഷനെ നമ്മൾ പറയും ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഓവർടോൺ, അങ്ങനെയൊക്കെ ഓരോ ഓവർടോൺസ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഹോട്ട് ബാൻഡ്സ് എങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് the transition between two excited levels. ഇവിടെ V is equal to 2 നിന്ന് V is equal to 3ലേക്കോ V is equal to 4ലേക്കോ V is equal to 5ലേക്കോ ഒക്കെ ട്രാൻസിഷൻ നടക്കുമ്പോൾ they are actually termed as hot bands. Because സാധാരണ ഒരു നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ you won't be able to observe any molecules in V is equal to 2 or V is equal to 1. സെക്കൻഡ് വൈബ്രേഷൻ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് വൈബ്രേഷൻ സ്റ്റേറ്റിലോ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നിരിക്കും. കാരണം പോസിബിലിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് ഒരു സാധനം ഇല്ല എന്നുള്ളത്. ഒന്നോ രണ്ടോ മോളിക്യൂൾ ഉണ്ടാകും, പക്ഷെ അത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സ്മോൾ ഇതൊക്കെ അബ്സോർപ്ഷനെ വരുള്ളൂ. പക്ഷെ as you increase the temperature, there will be large amount of molecules, large number of molecules that are present in the excited state. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഈ കാണുന്ന ട്രാൻസിഷൻസിനെയാണ് ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫിഗറിനകത്ത് നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന പല IR ട്രാൻസിഷൻസിനെയും കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഫണ്ടമെന്റൽ ഈസ് ബിറ്റ്വീൻ V is equal to 0 and V is equal to 1. ആൻഡ് ഓവർടോൺസിനെ കാണുന്നുണ്ട്. ഓവർടോൺസിന് എന്താണ് ഡെൽറ്റ V വാല്യൂ +or-2 ആകാം, +or-3 ആകാം, +or-4 ആകാം. സോ ദ ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ടു 0 to 2, 0 to 3, 0 to 4 are termed as overtones, and the transition between the excited levels can be termed as hot bands in this particular case. So നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ കുറെ കാര്യങ്ങൾ ഈ ഒരു സിംഗിൾ ഫിഗർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മിസ് വീണേനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. റിക്വസ്റ്റ് ഉണ്ടോ ഇവിടെ? ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പറയാമോ? ഞാൻ നോക്കാം എന്തായാലും. ഇനി ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളത്? 44 സ്റ്റുഡൻസ് ഉണ്ട് കംപ്ലീറ്റ് ഇപ്പം. ഭാഗ്യനാഥ് ഇല്ലേ? ഭാഗ്യനാഥ് ഉണ്ടല്ലോ. പ്രിയ ഓക്കെ ഓക്കെ. വീണയോടൊന്ന് റിക്വസ്റ്റ് ഇടാൻ പറയൂ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. സോ എനിവേ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അൺഹാർമോണിക് ഓസിലേറ്ററിനകത്തെ ട്രാൻസിഷൻസ് ആയിരുന്നു. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഉണ്ട്, ഓവർടോൺ ഉണ്ട്, ഹോട്ട് ബാൻഡ്സ് ഉണ്ട്. സോ ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മോളിക്യൂളിന് എത്രത്തോളം ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്താലാണ് ആ മോളിക്യൂളിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക, അതിന്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി മാത്രമല്ല ഫേസ് ഇക്വിലിബ്രിയം പഠിക്കുമ്പോഴും പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നെക്സ്റ്റ് സെമസ്റ്ററിലാണെന്ന് തോന്നുന്നു ഫേസ് ഇക്വിലിബ്രിയം ഉള്ളത്, ഞാൻ കൃത്യം ഓർക്കുന്നില്ല. സോ ഫേസ് ഇക്വിലിബ്രിയത്തിനകത്ത് നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത്. സോ ഒരു സിസ്റ്റത്തിനെ നിങ്ങൾ എടുത്ത് ആ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ, ആ സിസ്റ്റത്തിന് എന്തോരം പോസിബിലിറ്റീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എത്രത്തോളം വേരിയബിൾസ് വേണം എന്നൊക്കെ പറയാനാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ പോളി അറ്റോമിക് മോളിക്യൂൾ. നമ്മൾ ഇത്രയും നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നത്, അതായത് ഫണ്ടമെന്റൽ വൈബ്രേഷൻസ്, ഓവർടോൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നത് ഒരു ഡയറ്റോമിക് മോളിക്കുലർ സിസ്റ്റത്തിന്റെ കേസ് എടുത്തിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു പോളി അറ്റോമിക് മോളിക്യൂളിന്റെ കേസ് വരുമ്പോൾ എന്ത് കോംപ്ലിക്കേറ്റഡ് ആവും ആ സിസ്റ്റം എന്നുള്ളത്? സോ നമ്മളവിടെ എന്താ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം, റെഡ്യൂസ്ഡ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിന്റെ ആ സ്ട്രക്ചർ എങ്ങനെയാന്നുള്ളത് കൺസിഡർ ചെയ്യണം. നമ്മൾ അറ്റ്കിൻസ് എന്ന് പറഞ്ഞ ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റും. സോ അതിനകത്ത് പല ബോൺസും ഉണ്ട്.
സോ നമ്മളിപ്പം ആദ്യം നമ്മൾ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ബട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ പെർട്ടിക്കുലർ പോളി അറ്റോമിക് മോളിക്യൂൾ. ഒരു പോളി അറ്റോമിക് മോളിക്യൂളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്നാണ്. വീണയുടെ റിക്വസ്റ്റ് ഇതുവരെ വന്നില്ലല്ലോ. ഓക്കെ, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. ആണോ? ജോയിൻ ആയിട്ടില്ലല്ലേ? ഇല്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ. ഒന്നും കൂടി ഒന്ന് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറയാവോ? ഇവ അല്ലെങ്കിൽ ഞാൻ ഇത് എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം. അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഒന്നും കൂടെ ഈ കറസ്പോണ്ടിങ് ലെക്ചർ. എനിവേ ഷാൽ ഐ കണ്ടിന്യൂ ചെയ്യട്ടെ? ഇനി വെയിറ്റ് ചെയ്യണോ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ആൻഡ് എൻ ആറ്റംസ് ഉള്ള ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. എൻ ആറ്റംസ് ഉള്ള പോളി അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ക്യാൻ ഹാവ് എ ടോട്ടൽ ഓഫ് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എൻ ആറ്റംസിനും 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ്. അതായത് ആ ആറ്റംസിന് 3 രീതിയിൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ്. എക്സ്പ്ലെയിൻ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ വരും. സോ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എല്ലാം can be a sum total of translational, rotational and vibrational degrees of freedom. നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെയും അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷന്റെയും റൊട്ടേഷണൽ ട്രാൻസിഷൻസിന്റെയും അതുപോലെ തന്നെ വൈബ്രേഷണൽ മോഡ്സിന്റെയും എല്ലാം ഒരു സം ടോട്ടൽ ആണ് ഈ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ പെർട്ടിക്കുലർ മോളിക്യൂൾ. So we can actually classify, when you are talking about the degrees of freedom of polyatomic molecule, you can classify this molecule into 2 different categories. First category is linear molecule. Linear അല്ലെങ്കിൽ straight chain ആയിട്ടുള്ള molecules like carbon dioxide. അതൊക്കെ linear molecule ആണ്. അതിനെ ഒരു ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. And then the second kind is non-linear molecule. ഈ 2 കൈൻഡ് ഓഫ് മോളിക്യൂൾസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതനുസരിച്ച് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വ്യത്യാസം വരും. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ ഫോർ എനി മോളിക്യൂൾ, ലീനിയർ ആണെങ്കിലും നോൺ ലീനിയർ ആണെങ്കിലും, യു ക്യാൻ ഹാവ് എ സെന്റർ ഓഫ് മാസ് ഫോർ എ പെർട്ടിക്കുലർ പോളിയറ്റോമിക് മോളിക്യൂൾ. സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. ഈ സെന്റർ ഓഫ് മാസിനെ നമുക്ക് കൃത്യമായിട്ട് ഒരു സ്പേസിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കോർഡിനേറ്റ്സിന്റെ ആവശ്യമാണുള്ളത്. സോ ദാറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ നമ്മുടെ ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഫോർ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. ദാറ്റ് ഈസ് ദി XYZ ആക്സസ് യൂസ് ചെയ്ത് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സെന്റർ ഓഫ് മാസിനെ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതാണ് നമ്മൾ 3 എന്ന് പറയുന്നത്. 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. സോ ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കഴിഞ്ഞാൽ ബാക്കി 3n മൈനസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും ഏത് പോളി അറ്റോമിക് മോളിക്യൂളിനും. സോ ടോട്ടൽ 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. In that, 3 degrees of freedom will be attributed to the translational kind of motion. Translation motion അല്ലെങ്കിൽ translation degrees of freedom ആണ് 3 എണ്ണം വരുന്നത്. So rest you have 3n minus 3 degrees of freedom, which will be a sum total of degrees of freedom from rotational transition as well as vibrational degrees of freedom. Rotational degrees of freedത്തിന്റെയും vibrational degrees of freedത്തിന്റെയും sum total ആയിരിക്കും ഈ 3n minus 3 degrees of freedom. So coming to the first kind of molecule, that is non-linear molecule. Non-linear molecule എന്ന് പറയുമ്പോൾ you can assume water molecule. Most of the molecule നമുക്കറിയാവുന്ന most of the molecule will be this non-linear molecule. വാട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ PCl3 ഉണ്ടാവും, BF3 ഉണ്ടാവും. എല്ലാം ഒരു non-linear kind of system ആണ്. So ഇവിടെയും translational degrees of freedom 3 എണ്ണം ഉണ്ട്. And if you're considering the non-linear molecules, you have 3 rotational degrees of freedom. ഇവിടെ വാട്ടർ മോളിക്യൂളിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം can be possible. For rotational degrees of freedom can be possible. So a net of the number of vibrational degrees of freedom that is possible for a non-linear molecule is 3
3n minus 6. So ഈ മൂന്ന് റൊട്ടേഷണൽ ആക്സിസ് പോകുന്നത് XYZ, ദാറ്റ് ഈസ് എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്ന് ആക്സിസ് ആണ് ഈ റൊട്ടേഷണൽ ആക്സിസ് എല്ലാം കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ മോളിക്യൂളിൽ വന്നിരിക്കുന്നത്. സോ നെറ്റ് ഓഫ് 3n minus 6 degree vibrational degrees of freedom are possible for this non-linear molecule. So ഒരു non-linear molecule എടുക്കുമ്പോൾ അവിടെ you have 3 translational degrees of freedom, 3 rotational degrees of freedom, and 3n minus 6. Okay. 3n minus 6 vibrational degrees of freedom. So നമ്മൾ ഈ 3n minus 6 ഡിഫറെന്റ് മോഡ്സിൽ ആ പെർട്ടിക്കുലർ മോളിക്യൂളിന് വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആണെന്നാണ് പറഞ്ഞത്. ആൻഡ് കമ്മിങ് ടു ദ ലീനിയർ മോളിക്യൂളിന്റെ കേസിൽ ഇവിടെ 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. കാരണം ഈ കെമിക്കൽ ബോണ്ടിൽ കൂടെയുള്ള ഈ ലീനിയർ ബോണ്ടിൽ കൂടെയുള്ള ഒരു റൊട്ടേഷണൽ ആക്സിസ് കൺസിഡർ ചെയ്യുന്ന സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. കാരണം അത് റൊട്ടേഷൻ പോസിബിൾ അല്ല. No rotation about bond axis. Therefore, it has only 2 degrees of freedom, rotational degrees of freedom. So, ഇവിടെ 2 rotational degrees of freedom, 3 translational degrees of freedom ആണുള്ളത്. So, a net of 3n minus 5 vibrational degrees of freedom will be present for this linear molecule. So, linear moleculeന്റെ കേസിൽ ടോട്ടൽ ആയിട്ട് 3n minus 5 vibrational degrees of freedom ആയിരിക്കും. vibrational modes ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. So this is the vibrational modes available for linear as well as non-linear molecule. Now, n atom ഉള്ള ഒരു സ്പീഷീസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ there will be n minus 1 bonds. So ഈ n minus 1 vibrations are stretching motions and 2n minus 5 will be bending motions in the case of linear molecules and 2n minus 4 will be bending motions for non-linear molecules. So n minus 1 ബോണ്ട് ഉള്ളപ്പോൾ n minus 1 വൈബ്രേഷൻസ് ആണ്. ബോണ്ടിന്റെ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ അങ്ങനത്തെ അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് കാരണം അറൈസ് ചെയ്യാൻ പറ്റുന്ന n minus 1 വൈബ്രേഷൻസ് മാത്രമാണ്. ഇനി നോൺ ലീനിയർ മോളിക്യൂൾ എടുക്കുമ്പോൾ അതിനകത്ത് ടോട്ടൽ 3n minus 6 ആണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത്. സോ n minus 1 അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2n minus 5 വൈബ്രേഷണൽ മോഡ്സ് കംപ്ലീറ്റ് ബെൻഡിങ് വൈബ്രേഷൻ മോഡ്സ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് നോൺ ലീനിയർ മോളിക്യൂൾ. In the case of linear molecule, if you subtract this n minus 1 from 3n minus 5, you will be getting 2n minus 4. So 2n minus 4 bending modes will be available for a linear molecule. So ഇതാണ് എങ്ങനെയാണ് ബെൻഡിങ് മോഡ്സും അതുപോലെ തന്നെ സ്ട്രെച്ചിങ് മോഡ്സും നമ്മുടെ ഒരു പെർട്ടിക്കുലർ മോളിക്കുലർ സിസ്റ്റത്തിൽ കാണുക എന്നാണ് പറയുന്നത്. സോ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയുണ്ട്, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനകത്ത് തന്നെ സ്ട്രെച്ചിങ്ങും ബെൻഡിങ് മോഡ്സും എത്ര എണ്ണം ഉണ്ടെന്നൊക്കെയുള്ളതാണ് ഇപ്പൊ മെൻഷൻ ചെയ്തത്. So all these are termed as normal vibration modes. It is defined as a molecular motion in which all atoms oscillate with the same frequency and pass through their equilibrium position simultaneously. നമ്മുടെ ഹോൾ മോളിക്യൂളിന്റെ ഒരു ഓസിലേഷൻ ആയിട്ട് നമുക്ക് നോർമൽ മോഡ്സിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ആൻഡ് സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കും അതിന്റെ ഓസിലേഷൻ വരുന്നത്. So here are some examples for the number of vibrational modes available for various molecules like H2O, H2O2, C2H4, benzene, toluene and carbon dioxide. ഈ ഓരോ കേസിലും എത്രയാണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. വാട്ടർ മോളിക്യൂൾ എടുക്കുമ്പോൾ number of atom is 3. അപ്പം ഇത് ലീനിയർ അല്ല, നോൺ ലീനിയർ മോളിക്യൂൾ ആണ്. സോ 3n minus 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം and you will be getting there will be 3 degrees of freedom or 3 normal modes of vibration. And H2O2 hydrogen peroxide non-linear ആണ്. You have 6 normal modes of vibration, and in this way you can actually calculate the number of normal modes of vibration or degrees of freedom of a particular polyatomic molecule that is asked for you. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഓരോ മോളിക്യൂൾസ് എടുത്ത് ചെയ്യുക. അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് നിങ്ങൾക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. So coming to normal modes of vibration. So ഒരു കോംപ്ലക്സ് മോളിക്യൂൾ എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കണ്ടു, ഒരു ബെൻസീൻ ഒക്കെ എടുക്കുവാണെങ്കിൽ there will be about 42 normal modes of vibration. And these are molecular motion in which all atoms oscillate with the same frequency and pass through their equilibrium position simultaneously. Normal mode definition ആണ്. All atom will be oscillating at the same frequency and
will be passing through their equilibrium position simultaneously. And normal mode is an independent synchronous motion of an atom or group of atoms that may be excited without leading to excitation of any other normal mode. ഒരു നോർമൽ മോഡിന് വേറൊരു നോർമൽ മോഡിന്റെ എക്സൈറ്റേഷന് കാരണമാവില്ല. സോ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ മോളിക്യൂൾ അസറ്റ്സ് ചിലപ്പം വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ മോളിക്യൂൾ ഏതെങ്കിലും ഒരു പാർട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം നമ്മുടെ നോർമൽ മോഡിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് കാണുന്നത്. സോ യൂഷ്വൽ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആർ സിമെട്രിക് സ്ട്രെച്ചിങ്, ആന്റി-സിമെട്രിക് സ്ട്രെച്ചിങ്, സിസറിങ്, വാഗിങ്, ട്വിസ്റ്റിംഗ്, റോക്കിംഗ് എക്സെട്ര. ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയും പോസിബിൾ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ സിമെട്രിക് ആയിട്ടുള്ള ബോൺ സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ വരുന്നത്, സിമെട്രിക്കും ആന്റി സിമെട്രിക്കും ആയിട്ടുള്ള വൈബ്രേഷൻസ്. ആൻഡ് സിസറിങ്, വാഗിങ്, ട്വിസ്റ്റിംഗ് ആൻഡ് റോക്കിംഗ്, ദീസ് ആർ ഓൾ കമ്മിങ് അണ്ടർ ദി ബെൻഡിങ് കൈൻഡ് ഓഫ് വൈബ്രേഷൻ. സോ ഇവിടെ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്പിലാണ് അത് മോളിക്യൂളോ അല്ലെങ്കിൽ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വൈബ്രേഷൻ സ്പെക്ട്രം പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും നോക്കത്തില്ല. ഒരിക്കലും നമ്മൾ സ്പെക്ട്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വാഗിങ് ആണോ ട്വിസ്റ്റിംഗ് ആണോ എന്നൊന്നും നോക്കില്ല ഈ ആ സ്പെക്ട്രം നോക്കിയിട്ട്. ഇൻസ്റ്റെഡ് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ഏത് ഗ്രൂപ്പ് ആണെന്നൊക്കെയുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുക. പക്ഷെ അറിഞ്ഞിരിക്കുക വിച്ച് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ അവൈലബിൾ ഫോർ എ പെർട്ടിക്കുലർ മോളിക്യൂൾ, നോർമൽ മോഡ്സ് ഏതൊക്കെയാണുള്ളത്. So we can classify these normal modes into two different categories, that is skeletal vibration and the group vibration. Skeletal vibration എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോളിക്യൂളിലെ ഒരുമാതിരി എല്ലാ ആറ്റംസും കമ്പൈൻ ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫിനോമിന അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് സ്കെൽറ്റൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ലോങ് ചെയിൻ അമീൻ എടുക്കുമെന്ന് വിചാരിക്കുക. ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള അമീൻ, ഒരു വലിയൊരു കാർബൺ ചെയിൻ ഉണ്ട്, അതിന്റെ അറ്റത്തൊരു NH2 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ ലോങ് ചെയിൻ അമീന്റെ കേസിൽ ആ കംപ്ലീറ്റ് സ്കെൽറ്റർ, ദാറ്റ് ഈസ് ആ കംപ്ലീറ്റ് മോളിക്യൂളിന്റെ വൈബ്രേഷൻ ഒരുമിച്ച് കാണുകയാണെങ്കിൽ വി സേ ദാറ്റ് ഈസ് skeletal vibration. That is the first kind of vibration. If you are looking specifically, you can see some vibrations that corresponding to NH2 group, corresponding to CH2 group, etc. CH2 ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവും, NH2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവും. അതൊക്കെ ഓരോ ഗ്രൂപ്പിന് സ്പെസിഫിക് ആയിട്ടുള്ള വൈബ്രേഷൻ ആണ്. മോളിക്യൂളിന്റെ മാത്രം പ്രോപ്പർട്ടി അല്ല, ഗ്രൂപ്പിന് ഏത് മോളിക്യൂളിൽ NH2 ഉണ്ടെങ്കിലും ആ ഒരു റേഞ്ചിൽ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി കാണും. രണ്ട് അമീൻസ് എടുക്കുമ്പോൾ രണ്ട് അമീൻസിനകത്തെയും NH2 ഗ്രൂപ്പിന്റെ വൈബ്രേഷൻ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും പൊസിഷനിൽ കാണും. സോ ദാറ്റ് ഈസ് ഗ്രൂപ്പ് വൈബ്രേഷൻസ്. അതൊരു മോളിക്യൂളിന്റെ സ്മോൾ പോർഷനകത്തെ വൈബ്രേഷൻ കാരണം വരുന്ന ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ ബാൻഡ് ആയിരിക്കും. So skeletal vibration for organic molecules fall in the range 1400 to 700 centimeter raised to -1. ഈ സ്കെൽറ്റൽ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഹോൾ മോളിക്യൂളിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, that will be discussed further. It is seldom possible to assign നമുക്കൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ വൈബ്രേഷൻ എന്ന് പറയാൻ സാധിക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് കൈൻഡ് ഓഫ് തിങ്, അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വൈബ്രേഷൻ ആണ് നമ്മുടെ ഈ സ്കെൽറ്റൽ വൈബ്രേഷൻ വരുന്നത്. More complex one. Changing a substone on the chain or ring usually result in marked change in the pattern of absorption band. So നമ്മൾ ഈ സ്കെൽറ്റൽ ട്രാൻസിഷനെ കുറിച്ച് പറയുമ്പോൾ ഹോൾ മോളിക്യൂളിന്റെ കേസ് ആണെന്ന് പറഞ്ഞു. ഹോൾ മോളിക്യൂളിന്റെ കേസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മാറ്റി, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അമീൻ തന്നെ കൺസിഡർ ചെയ്യുക. ആ അമീനകത്തെ NH2 ഗ്രൂപ്പിനെ മാറ്റി ഒരു OH ഗ്രൂപ്പിനെ ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു ലോങ് കാർബൺ ചെയിന്റെ അറ്റത്ത് NH2 ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാർബൺ ചെയിന്റെ NH2നെ മാറ്റി ഒരു OH ഗ്രൂപ്പിനെ ഇട്ടു. അപ്പോൾ ആ മോളിക്യൂളിന്റെ കംപ്ലീറ്റ് സ്കെൽറ്റൽ വൈബ്രേഷൻ ചേഞ്ച് ആയി പോകും. കാരണം ഒരു ഗ്രൂപ്പ് മാറിയാൽ മതി എന്റെ സ്കെൽറ്റൽ വൈബ്രേഷൻ മാറാൻ വേണ്ടിയിട്ട്. സോ ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചർ ആണ്. നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് ഇന്ന വൈബ്രേഷൻ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു നിങ്ങൾ ഒരു IR സ്പെക്ട്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഇങ്ങനെ കുറെ കുനുകുനുകുനാന്നുള്ള വൈബ്രേഷൻസ് ആവും. ഈ റേഞ്ച് നമ്മൾ ഏത് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് സ്റ്റഡി ചെയ്യില്ല, പക്ഷേ ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി റേഞ്ചിനെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യും. ഈ ഒരു റേഞ്ചിനെ നമ്മൾ പറയുന്നതാണ് ഫിംഗർ പ്രിന്റ് ബാൻഡ്സ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയും. ദാറ്റ് ഈസ് നമ്മുടെ ഫിംഗർ പ്രിന്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് യുണീക് ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ. ഫിംഗർ പ്രിന്റ് നമ്മൾ ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യും, ബയോമെട്രിക്കിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ദാറ്റ് ഈസ് യുണീക് ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ. അതുപോലെ തന്നെ ഈ ഫിംഗർ പ്രിന്റ് റീജിയൻ ദാറ്റ് ഈസ് 1400 to 700 സെന്റിമീറ്റർ റേസ്ഡ് ടു -1 എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന് അത് ഭയങ്കര യുണീക്ക് ആയിരിക്കും.
ആ മോളിക്യൂളിലെ എന്തെങ്കിലും ഒരു കാര്യം മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു കാർബൺ മാറ്റി, ഒരു ഹൈഡ്രജൻ മാറ്റി, ഒരു ക്ലോറിൻ മാറ്റി, എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് വേറൊരു മോളിക്യൂൾ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഫിംഗർ പ്രിന്റ് റീജിയൻ വുഡ് ബി എൻറ്റയർലി ഡിഫറെന്റ് ഫോർ ദാറ്റ് ടു മോളിക്യൂൾസ്. ഒരു ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ ഈ രണ്ട് മോളിക്യൂൾസിന്റെയും ഫിംഗർ പ്രിന്റ് റീജിയൻ വ്യത്യാസം വരും. സോ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മോളിക്യൂൾസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വെദർ യു ക്യാൻ ചെക്ക്, നിങ്ങളൊരു സാധനം നാച്ചുറലി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ രണ്ട് കോമ്പൗണ്ടും സെയിം ആണോ എന്ന് അറിയാൻ വേണ്ടി യു ക്യാൻ ചെക്ക് ദ IR സ്പെക്ട്ര. IR സ്പെക്ട്ര നോക്കിയിട്ട് ഈ ഫിംഗർ പ്രിന്റ് റീജിയൻ നോക്കുക. ഫിംഗർ പ്രിന്റ് റീജിയൻ സെയിം ആണെങ്കിൽ യു ക്യാൻ സേ ദീസ് ടു മോളിക്യൂൾസ് ആർ സെയിം. ഒരു എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് സിന്തറ്റിക് പ്രൊഡക്റ്റ്, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് തൈമിഡിൻ ഡെവലപ്പ് ചെയ്തു. ദാറ്റ് ഈസ് നമ്മുടെ ഒരു പ്യൂരിൻ ബേസിസിൽ പെടുന്നതാണ്, DNA അകത്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ സിന്തറ്റിക് തൈമിഡിനും അതുപോലെ തന്നെ നാച്ചുറൽ തൈമിഡിനും സിന്തറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് സെയിം ആണോ എന്ന് അറിയണമായിരുന്നു. സോ വാട്ട് ദേ ഡിഡ് വാസ് they took an IR spectra for natural as well as synthetic thymidine and compared the region between 1400 and 700 centimeter to -1. ഈ രണ്ട് റീജിയനിൽ കാണുന്ന പാറ്റേൺ സെയിം ആയി വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദ പ്രൊഡ്യൂസ്ഡ് കോമ്പൗണ്ട് ഈസ് ദ സെയിം കോമ്പൗണ്ട് ആസ് യു ഒബ്റ്റെയിൻ ഫ്രം നേച്ചർ. നേച്ചറിൽ നിന്ന് കിട്ടിയ അതേ സെയിം കോമ്പൗണ്ട് ആണ് നിങ്ങൾ സിന്തസൈസ് ചെയ്തെന്നുള്ളൊരു പ്രൂഫ് ആണ് ദിസ് ഫിംഗർ പ്രിന്റ് റീജിയൻ ഓഫ് IR band. If they are same, you can say the compounds are same. So this is one big application of IR spectroscopy, and you should know what is fingerprint region. 1400 to 700 centimeter raised to -1 ഉള്ള ആ റീജിയനിലാണ് നമ്മൾ പറയുന്ന ഫിംഗർപ്രിന്റ് റീജിയൻ. ആൻഡ് ഈ റീജിയനിൽ സ്കെൽറ്റൽ വൈബ്രേഷൻ ആണ് കാണുന്നത്. ദാറ്റ് വൈബ്രേഷൻസ് വുഡ് ബി യൂണിക് ഫോർ എ പെർട്ടിക്കുലർ കോമ്പൗണ്ട്. Now moving on to the next thing, that is group frequencies. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ എന്തെങ്കിലും അനാലിസിസ്, IR അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഫ്രീക്വൻസി എന്നുള്ളത്. ദാറ്റ് ഈസ് ഒരു ഗ്രൂപ്പ് എവിടെ വൈബ്രേറ്റ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് എവിടെ IR അബ്സോർബ് ചെയ്യുന്നു. ഒരു മോളിക്യൂളിനകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾ തരാൻ എവിടെയായിരിക്കും ആ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ കാണിക്കുക. അതൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പ് ഫ്രീക്വൻസി പറയുന്നത്. സോ ഈ ഗ്രൂപ്പ് ഫ്രീക്വൻസി ഇസ് ആക്ച്വലി ഇൻഡിപെൻഡന്റ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ ആൾസോ. നിങ്ങൾ ഒരു വലിയ മോളിക്യൂൾ എടുത്താലും ചെറിയ മോളിക്യൂൾ എടുത്താലും, ഇപ്പം ഒരു NH2 ഗ്രൂപ്പ് വലിയ മോളിക്യൂളിലും ചെറിയ മോളിക്യൂളിലും അരോമാറ്റിക് മോളിക്യൂളിലൊക്കെ പ്രസന്റ് ആകുമ്പോൾ ആ NH2 ഗ്രൂപ്പ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഗ്രൂപ്പ് ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ മോളിക്യൂൾ എന്താണ്, മോളിക്യൂളിന്റെ നേച്ചർ അനുസരിച്ച് ചിലപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ഗ്രൂപ്പ് ഫ്രീക്വൻസി മാറിയെന്നിരിക്കും, പക്ഷെ ഏകദേശം ഒരു പെർട്ടിക്കുലർ റേഞ്ചിലായിരിക്കും ആ NH2ന്റെ വൈബ്രേഷൻ ഇരിക്കുന്നത്. സോ the vibrations of light atoms in terminal groups are of high frequency, while those of heavy atoms are in low frequency. ഇത് നമ്മൾ പൊതുവെ കാണുന്ന കാര്യമാണ്. CH3OH, CN, CO etc. will be in the high range, that is 2000, 3000 ആ ഒരു റേഞ്ചിലേക്കായിരിക്കും, അല്ലെങ്കിൽ 1500 ഒക്കെയുള്ള റേഞ്ചിലേക്കായിരിക്കും ഈ ടെർമിനൽ ഗ്രൂപ്പ്സിന്റെ ഒക്കെ വൈബ്രേഷൻസ് കാണപ്പെടുന്നത്. ബട്ട് ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ അങ്ങനത്തെ മെറ്റൽ വൈബ്രേഷൻസ് ഒക്കെ ആണെങ്കിൽ ലോ ഫ്രീക്വൻസി 700 ബിലോ 1000 ഒക്കെ അല്ലെങ്കിൽ 1000 റേഞ്ചിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ഹെവി ആറ്റംസിന്റെ വൈബ്രേഷൻസ് കാണുന്നത്. ആൻഡ് യു ക്യാൻ ഹാവ് the various group frequencies like this. OH ആണ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ it will be around 3600 centimeters to -1. ഈ ഒരു റേഞ്ചിലായിരിക്കും ദി വൈബ്രേഷൻ ബാൻഡ് ഒബ്സർവ് ചെയ്യുന്നത്. NH2 ആണെങ്കിൽ 2400, ട്രിപ്പിൾ ബോണ്ട് CH ആണെങ്കിൽ 3300. അങ്ങനെ പല പല വൈബ്രേഷൻ ഫ്രീക്വൻസീസ് ഉണ്ട്. CH2 ആണെങ്കിൽ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, സിമെട്രിക് സ്ട്രെച്ചിങ്ങിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി. SH ആണെങ്കിൽ 2850 ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഫ്രീക്വൻസി. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ തയോൾസ് വെച്ചിട്ട് അതിനെ യെസ് യു ഹാവ് എനി ഡൗട്ട്? ഓക്കെ, പല മോളിക്യൂൾസിനും തയോൾസ് വെച്ചിട്ട് നമ്മൾ ക്യാപ്പിംഗ് നടത്തും, അല്ലെങ്കിൽ തയോൾ നമ്മൾ പലപ്പോഴും റീപ്ലേസ് ചെയ്യും, ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഇന്റർചേഞ്ച് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ കേസിലൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇഫക്റ്റീവ് ആയിട്ട് വന്നോ, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് പ്രസന്റ് ആയിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് യു ക്യാൻ ആക്ച്വലി ലുക്ക് ഇൻ ടു ദി IR സ്പെക്ട്ര ഓഫ് ദി സിന്തസൈസ്ഡ് മോളിക്യൂൾ. സോ ഗ്രൂപ്പ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്പെസിഫിക് ഫോർ എ പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോളിക്യൂൾ ഒരു ചെറിയ പാർട്ടിലുള്ള ഒരു വൈബ്രേഷണൽ മോഷൻ കാരണം കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ വൈബ്രേഷൻ ട്രാൻസിഷൻ കാരണം കാണുന്നതാണ് കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ഫ്രീക്വൻസി. സോ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ
പോസിബിലിറ്റി അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് you can look into the OH stretching vibrations 3600 vibration frequency എങ്ങനെ ഇരിക്കുന്നത്, IR ബാൻഡ് എങ്ങനെ ഇരിക്കുന്നു. IR ബാൻഡ് ഷാർപ്പ് ആയിട്ടിരിക്കുവാണെങ്കിൽ there won't be any hydrogen bonding. IR ബാൻഡ് വളരെ ബ്രോഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ there will be hydrogen bonding. സോ ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ, ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്, ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ OH, NH ഒക്കെ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ കറസ്പോണ്ടിങ് വൈബ്രേഷൻ ഫ്രീക്വൻസി കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു റേഞ്ചിൽ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തയോൾസിന്റെ ഒക്കെ വൈബ്രേഷൻ കാണും. സോ ഈ ഒരു ഇങ്ങനെയായിരിക്കും ശരിക്കും ഇങ്ങനെയല്ല, ഈ ഒരു മോഡലിലായിരിക്കും നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് IR സ്പെക്ട്രോസ്കോപ്പി കാണാൻ IR സ്പെക്ട്ര കാണാൻ സാധിക്കുക. യു വിൽ ബി ഹാവിംഗ് cm⁻⁻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 ⁻
ആണ്. ട്രാൻസ്മിറ്റൻസ് ആകുമ്പോൾ ഈ ബാൻഡുകൾ താഴേക്ക് നീങ്ങിയിരിക്കും. ഓരോ ബാൻഡും താഴേക്ക് ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുകയാണ് സാധാരണഗതിയിൽ IR ബാൻഡിനകത്ത് കാണുന്നത്. സോ ഇഫ് യു ഹാവ് എ ഷാർപ്പ് ബാൻഡ് ഇൻ ദിസ് റീജിയൻ, ഇവിടെ അബ്സോർപ്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ റേഞ്ചിലുള്ള ബാൻഡുകളൊക്കെ CO അങ്ങനത്തെ കറസ്പോണ്ടിങ് CO സ്ട്രെച്ചിങ്ങിനൊക്കെ കറസ്പോണ്ടിങ് കാർബണൈൽ കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു 1600 റേഞ്ചിലൊക്കെ ഒരു അബ്സോർപ്ഷൻ പീക്ക് കാണാനുള്ള സാധ്യതയുണ്ടാകും. സോ ഈ ഒരു ഫീച്ചർ ദാറ്റ് ഈസ് ദി ഗ്രൂപ്പ് ഫ്രീക്വൻസി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മോളിക്കുലർ സ്ട്രക്ചർ എലൂസിഡേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ മനസ്സിലാക്കുന്ന കേസിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ടു സമ്മറൈസ് ദ വൈബ്രേഷൻ സ്പെക്ട്ര ദാറ്റ് വി ഡിസ്കസ് സോ ഫാർ, നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററും അൺഹാർമോണിക് ഓസിലേറ്റേഴ്സും കമ്പയർ ചെയ്തു. അതിന്റെ എനർജി ലെവൽസിന്റെ ഡിഫറൻസ് കണ്ടു, അതിന്റെ വേരിയസ് പ്രോപ്പർട്ടീസ് പറഞ്ഞു, എനർജി ലെവൽ ക്ലോസിംഗ് അപ്പിന്റെ കാര്യം പറഞ്ഞു, ഡിസോസിയേഷൻ എനർജിയുടെ കാര്യം പറഞ്ഞു ഇൻ ദ കേസ് ഓഫ് അൺഹാർമോണിക് ഓസിലേറ്റേഴ്സ്. And then we compared the simple harmonic oscillators with unharmonic oscillators in terms of their property, the energy selection rule, etc. And we discussed about hot bands and various degrees of freedom for a molecule and the normal modes of vibration, and we have discussed about the skeletal group frequency, etc. and the importance of skeletal vibrations and group vibrations and all. So ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്, വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് ഡിസ്കഷൻ വാസ് ക്ലിയർ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിൽ? ഓക്കെ, could you please try to do one problem? This is a simple problem ആണ്. The force constant of carbon monoxide is 1840 nanometer Newton meter raised to -1. Calculate the vibrational frequency in centimeter raised to -1 and the spacing between the vibration energy levels in electron volt. Compare this spacing with thermal energy levels at room temperature and comment on your result. ഇനി അതിന്റെ അറ്റോമിക് മാസസ് ആണ് തന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഈ പെർട്ടിക്കുലർ പ്രോബ്ലം? സോ നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റിനകത്ത് നിങ്ങളോട് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. You are asked to find out 3 different things. That is the wave number for that particular transition. Second thing is the energy difference between the vibration levels. And third thing, comparison between thermal energy levels. So vibration wave number കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ obviously you can find the energy also, and then you can find the thermal energy levels കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So the first thing, that is the wave number. Wave number കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 1/2πc √k/nu എന്നുള്ളത്. സോ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ എപ്പോഴും നോട്ട് ഡൗൺ ചെയ്യേണ്ടത് വാട്ട് ഓൾ തിങ്സ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ദർ. ആ പ്രോബ്ലത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ന്യൂമറിക്കൽ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ഹിയർ യു ഹാവ് ദി വാല്യൂ ഓഫ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ് in Newton per meter, and you have to convert that to kilogram per second, and you have the reduced mass, which in the masses of various atoms, and you can find out the reduced mass in kilograms, and using this reduced mass and new value you can actually find out the wave number for that particular transition, that is 2140 centimeter raised to -1. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് the energy difference between vibration levels. എന്താണ് വൈബ്രേഷൻ ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്നുള്ളത്? ഇതൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ കൈൻഡ് ഓഫ് സിസ്റ്റം ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വി ആർ സെയിങ് ദാറ്റ് സ്പേസിംഗ് ബിറ്റ്വീൻ എനർജി ലെവൽസ് വിൽ ബി ഒമേഗ ബാർ. സോ ഒമേഗ ബാർ അല്ലെങ്കിൽ ന്യൂ ബാർ നമ്മൾ പറയും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു
2140 centimeter raised to minus 1. പിന്നെ നമ്മളോട് പറഞ്ഞു you have to convert this in centimeter raised to minus 1 to electron volts ലേക്ക് convert ചെയ്യണം. And you can make this conversion like this. 1 electron volt ന്റെ value, 1 electron volt will be equal to 8066 centimeter raised to minus 1. And so 2140 centimeter raised to minus 1 will be equal to 0.265 electron volts. So നമ്മുടെ സെക്കൻഡത്തെ കാര്യം കണ്ടുപിടിച്ചു, that is the spacing between the energy levels in terms of electron volt. Now the third thing is compare that with the energy levels in the thermal energy levels. So thermal energy levels നമ്മൾ കണ്ടുപിടിക്കുന്നത് KT എന്ന് പറഞ്ഞ particular equation യൂസ് ചെയ്തിട്ടാണ്. The value of K is 1.38 into 10 raised to minus 23 joule per Kelvin, and that is multiplied with the room temperature, that is 300 Kelvin. You will be getting 4.14 into 10 raised to minus 21 joules. ജൂൾസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ടു ഇലക്ട്രോൺ വോൾട്ട്. സോ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യു ഹാവ് ടു ഡിവൈഡ് ദാറ്റ് വിത്ത് 1.6 into 10 raised to minus 19, and this will be giving you 0.026 electron volt. സോ ഇവിടെ നിങ്ങൾക്ക് 0.265 ഇലക്ട്രോൺ വോൾട്ട് ആണ് വൈബ്രേഷൻ ലെവൽസിന്റെ എനർജി ഡിഫറൻസ് കിട്ടിയത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് thermal levels in energy difference is about 0.026. So this means that the energy that is required is, നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ലെവലിന് അടുത്ത വൈബ്രേഷൻ ലെവലിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് thermal energy വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആയിട്ട് വരുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസ് വിൽ ബി എക്സിസ്റ്റിംഗ് ഇൻ ദി സീറോ വൈബ്രേഷൻ ലെവൽ ഇറ്റ്സെൽഫ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻസിന്റെ നിന്ന് മനസ്സിലാകുന്നത്. Now the second question, for the molecule BH, the omega bar E is equal to 2368 centimeter raised to minus 1, and the anharmonicity constant is WEXC is equal to 49 centimeter raised to minus 1. ഇങ്ങനെ രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. Calculate the vibrational term for the first 4 vibration levels and determine the spacing between them. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒമേഗ ഇയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് വാല്യൂ തന്നിട്ടുണ്ട് 2368 സെന്റിമീറ്റർ ടു മൈനസ് 1, ആൻഡ് ഒമേഗ ഇ എക്സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സി ഇസ് ദി അൻഹാർമോണിസിറ്റി കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ 49 centimeters to minus 1 തന്നിട്ടുണ്ട്. We just have to calculate the vibration energy state and spacing between the states. So we have this equation, epsilon is equal to V plus 1 by 2 omega E minus V plus 1 by 2 square omega E xc. ഈ ഇക്വേഷനിലേക്ക് V is equal to 0 സ്റ്റേറ്റിലെ എനർജി കണ്ടുപിടിക്കുക, V is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എനർജി കണ്ടുപിടിക്കുക, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എനർജി കണ്ടുപിടിക്കുക, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കണ്ടുപിടിക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് the energy levels of the 4 vibrational levels. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗ ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഒമേഗ ഇ എക്സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 49 centimeters to minus 1. So you just have to substitute the values and find the corresponding energies in each case. So ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ you will be getting different energies. And the second part is, what is the difference between each of the energy levels? So V is equal to 1 നിന്ന് V is equal to 0, 1 ഡിഫറൻസ് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ that is 2270 centimeters to minus 1. V is equal to 1 and V is equal to 2 will be having energy difference 2172 centimeters to minus 1, and V is equal to 3, V is equal to 2 in തമ്മിലുള്ള ഡിഫറൻസ് 2074 centimeters to minus 1. So you can see here the energies are not constant, അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. As you increase the V value അല്ലെങ്കിൽ ഹയർ ലെവൽസിലേക്ക് പോകുന്നതോറും എനർജി വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് ഡ്യൂ ടു ദി അൺഹാർമോണിസിറ്റി ബിഹേവിയർ അല്ലെങ്കിൽ അൺഹാർമോണിക് ഓസിലേറ്ററിന്റെ പർട്ടിക്കുലർ പ്രോപ്പർട്ടി കാരണമാണ് ഈ ഒരു ഡിക്രീസിങ് എനർജി കാണുന്നത്. സോ these two questions, this question you can answer actually. Find the number of modes of vibrations for CCl4, C2H2, SO2. ഈ 3 കേസിൽ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ HBr, O2, OCS which is linear, SO2 which is bent, BCl3, C triple bond CH, CH4, CH3I, C6H6. ഇങ്ങനെ കുറെ ആറ്റംസ് വന്നിരിക്കുന്നു. അതിന്റെ എത്ര നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ. സോ യു ജസ്റ്റ് ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ 3n minus 6 and 3n minus 5. 3n minus 6 is used for finding out the number of normal modes of vibration for a non-linear molecule, and the number of normal modes of vibration for a linear molecule can be found out using this particular equation, that is 3n minus 5. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് number of molecules in the value substitute ചെയ്യുമ്പോൾ you can find
how many modes of vibrations are possible for each of these molecules. So you should be knowing the shape of the molecule, whether they are linear or non-linear. അത്രയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ you can actually decide which equation you should be using for determining the number of normal modes of vibration. So I think you can do this particular equation, question. And I hope today's class was okay. ഇന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കഴിഞ്ഞ ദിവസത്തെ 2-3 ഡൗട്ട് ഉണ്ടായിരുന്നു റിഗാർഡിംഗ് ദി പ്രോബ്ലംസ് ആൻഡ് ഓൾ. ഒരു ഇക്വേഷനകത്ത് കറക്ഷൻ അല്ല, ഒരു ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ പ്രോബ്ലത്തിനകത്ത് വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ചിലപ്പം ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇൻറ്റു യൂണിറ്റ്സ് തന്നിരിക്കുന്നത് എപ്പോഴും സെന്റിമീറ്റർ/-1 എന്നാണെങ്കിൽ അത് വേവ് നമ്പർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എടുത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ നമ്മൾ പലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനിയിപ്പോ നമുക്ക് വീണ്ടും ഡിസ്കഷൻസ് നെക്സ്റ്റ് ക്ലാസ്സസിലൊക്കെ ആകാമെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.